CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീണ തന്റെ മകളായതുകൊണ്ടാണ് ഇഡിയുടെ വിചിത്ര നടപടി. താനോ കുടുംബമോ ഹവാല ഇടപാടിന് നിന്നിട്ടില്ല. തന്റെ കൈകൾ എന്നും ശുദ്ധമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മനോരമ വാർത്തകൾ വ്യാജമാണെന്നും മാമൻ മാത്യുവിന്റെ പേരെടുത്ത് വിമർശിച്ചു. എന്റെ മകളായതുകൊണ്ട് വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാട് നിന്നിട്ടില്ല. ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുവോടും മലയാള മനോരമയോടും എനിക്ക് പറയാറ്. ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? ഇഡി റെയ്ഡ് VD BJP ആസ്ത്രമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ബിസിനസ് പരമായ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. എന്നാൽ അതിന്റെ പേരിൽ നേതാക്കളെ വേട്ടയാടാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഇഡിയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. ഏതായാലും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ടിരിക്കുക ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ബിസിനസ് അടിസ്ഥാനപ്പെടുത്തിയ കേസോ എന്ത് വേണം നടന്നോട്ടെ. എന്നാൽ അതിൻ്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നാണ് അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിൽ അന്നും വ്യത്യാസമില്ല, ഇന്നും വ്യത്യാസം. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, തൃശൂരിലാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഇഡിയുടെ ഭാഗത്തുനിന്നും എന്ത് വിചിത്ര നടപടി ഉണ്ടായെന്നാണ് പിണറായി വിജയൻ വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാൻ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം സമ്മതിച്ചില്ല. മറ്റു വിഷയങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്മൃതി, ഇന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നത്. ഇഡിയുടെ കേസും അതുപോലെ തന്നെ നടപടികളും ഓടും അദ്ദേഹം വൈകാരികമായിട്ട് പ്രതികരിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ട് കൈകളും ഉയർത്തി തനിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല, തനിക്കും തൻ്റെ മകൾക്കും മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെയുള്ളവർ ആരും ഹവാല ഇടപാട് നടത്തുന്നവരല്ല, അത്തരം എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തള്ളിപ്പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മനോരമ പത്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇഡി ഇറക്കിയ പത്രക്കുറിപ്പിൽ തൻ്റെ പേര്, മുഖ്യമന്ത്രിയായിരുന്ന തൻ്റെ പേര് വലിച്ചിഴച്ചത് ബോധപൂർവമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വീണ തൻ്റെ മകളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന മൗനം അദ്ദേഹം ഭഞ്ജിച്ചിരിക്കുന്നു. അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ കടുത്ത രീതിയിൽ വിമർശിക്കും. തൻ്റെ മുൻകാല അനുഭവങ്ങൾ, തനിക്കുണ്ടായ മുൻകാല അനുഭവങ്ങൾ നിരത്തിയാണ് അദ്ദേഹം 1996 അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ നിരത്തിയാണ് അദ്ദേഹം ഇത്തരത്തിന് മറുപടി നൽകുന്നത്. ഏതായാലും വൈകാരികമായ ഒരു പ്രതികരണമാണ് പിണറായി വിജയൻ നടത്തിയത്. അതോടൊപ്പം തന്നെ ഇതുവരെ ഉയർന്ന മുഴുവൻ ആരോപണങ്ങളും അദ്ദേഹം തള്ളിപ്പറയുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 പേരുടെ, തൻ്റെയും വീണയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെയും പേരെടുത്തുകൊണ്ട് ഹവാല ഇടപാട് നടത്തുന്നവരല്ല തങ്ങൾക്കെതിരെയുള്ള ഹവാല ഇടപാട് ആരോപണം അദ്ദേഹം പൂർണ്ണമായും തള്ളുന്നു. അക്കമിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. ഇന്ന് സ്മൃതി. ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.